അമേരിക്ക പാകിസ്ഥാനിൽ വെച്ചിരിക്കുന്ന ന്യൂക്ലിയർ വെപ്പൺസ് അതിനെ കൺട്രോൾ ചെയ്യാൻ ഇന്റർനാഷണൽ ന്യൂക്ലിയർ ഏജൻസിയുമായിട്ട് അതിന് കംപ്ലീറ്റ് മോണിറ്ററിങ് ഇപ്പോൾ അമേരിക്ക ഏറ്റെടുത്തു. കാരണം ഇത് എപ്പോഴാണ് ഇതേപോലെയുള്ള ഈ ടെററായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൻ്റെ കയറ്റി വെപ്പൺസ് കിട്ടിക്കഴിഞ്ഞാൽ എവിടെ പോയി നിൽക്കും? ഇതാണ് അവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകൾ വരുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും അമേരിക്കൻ കൺട്രോളിലാണ്. അതിനുവേണ്ടി അമേരിക്കയോട് താല്പര്യമുള്ള നേരത്തെ തന്നെ അതിൻ്റെ ഉണ്ടായിട്ടുണ്ട്, പാകിസ്ഥാൻ പട്ടാളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പം ആ ബറ്റാലിയനാണ് അതിൻ്റെ മുഴുവനും കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. മനസ്സിലാക്കാൻ 2 or 3 പ്രാവശ്യം പാകിസ്ഥാനിലുള്ള ന്യൂക്ലിയർ വെപ്പൺസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവിടെ വിവിധ ടെറർ ഗ്രൂപ്പുകൾ ശ്രമിച്ചിട്ടുണ്ട്. അറ്റാക്ക് ചെയ്യാനല്ല, ഇത് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി. കാരണം പൊട്ടന്മാർ ഇത് എവിടെ കൊണ്ട് വെക്കാൻ. അപ്പോൾ ആ രീതിയിൽ വരെ അവിടെ 2 പ്രാവശ്യം പ്രശ്നമുണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ തന്നെ അമേരിക്ക ഇതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. കാരണം ഇത് വല്ലാത്ത സാധനം ഇരിക്കുന്നത്. അപ്പം ഇത് ഇവരുടെ കയ്യിൽ കൊടുത്താൽ പ്രശ്നമാകും. ഇതിൻ്റെ പേരിൽ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി കമ്മീഷൻ അമേരിക്കയുമായിട്ട് ജോയിന്റ് ചെയ്തിട്ട് നേരത്തെ ഒരു ഫോർമുല തയ്യാറാക്കി ഇത്ര പട്ടാളക്കാരെ അതിൻ്റെ ചുറ്റിലും വെക്കണം. അതിൻ്റെ ഫുൾ കൺട്രോൾ അമേരിക്കയായിരിക്കും നോക്കുന്നത്.